ഇത് കക്കാത്തോരൻ വെക്കുന്ന പരിപാടിയാണ്. ആദ്യം കക്ക വേവിച്ചിട്ട് മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഗരം മസാല ഇട്ട് വേവിച്ച ശേഷം തേങ്ങാപ്പീരക്കകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ സ്വല്പം വെളുത്തുള്ളി പേസ്റ്റ്, കരിവേപ്പില, വെളിച്ചെണ്ണ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത ശേഷം വെച്ചേക്കുന്ന അരപ്പാണ്. ഇതൊരു അരമണിക്കൂറായി കാണും. അതിനുശേഷം ഉള്ളി അരിയുക, തക്കാളി, ഇഞ്ചി, ഇത്രയും സാധനമാണ് ഈ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ കോപ്പി അടിച്ചൊന്നുമല്ല, എൻ്റെ സ്വന്തം നിർമ്മിതിയാണ്. ഞാൻ ഇത് ആരുടെയും കോപ്പി അടിക്കാതെ സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന പിന്നെ കക്കാത്തോരനാണ് ഇത്. കടുക് ഇട്ടു. ഇനി കുറച്ച് ഉലുവ ഇടുക. വെയിറ്റ് ചെയ്യുന്നു. ഒരു 2-3 തണ്ട് കരിവേപ്പില, അതുപോലെ ഇഞ്ചി ചതച്ചത്, നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ച് കൊടുക്കുകയാണ്. അടുത്തത് സവോള ഇടുകയാണ്. സവോള ഇതിൻ്റെ കൂടെ ആവശ്യത്തിനോ അതിൽ കുറച്ച് ഉപ്പ് ചേർക്കാമെങ്കിൽ ഇത് പെട്ടെന്ന് പിന്നെ നല്ല രീതിയിൽ ഇത് വഴറ്റിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് പാകത്തിന് ചേർക്കുന്നതായിരിക്കും നല്ലത്. രണ്ടാമത് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. ഉപ്പിട്ടു. അപ്പം നമ്മൾ ഇതിനകത്ത് ഉള്ളി, കരിവേപ്പില, പിന്നെ ഉലുവ, കടുക്, പിന്നെ ഇതെല്ലാം കൂടി ഇട്ട ശേഷം ഇതെല്ലാം ഒന്ന് മിക്സായിട്ട് അടച്ചു വെക്കണം. പെട്ടെന്ന് ഇതൊന്ന് വേവും, അതുകൊണ്ടാണ് അടച്ചു വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളി അടച്ചു വെച്ചേക്കാണ്. ഒരു വിധത്തിൽ വഴണ്ടിട്ടുണ്ട്. അധികം വഴക്കണ്ട. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉള്ളിക്കൊരു ചെറിയ കടിക്കുന്നൊരു ടേസ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു രുചി വരത്തുള്ളൂ. അപ്പം നമ്മൾ അടുത്തതായിട്ട് ഒരു ഇച്ചിര വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുകയാണ്. കുറച്ച് മതി. ഞാൻ കുറച്ച് നേരത്തെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തു. പിന്നെ തക്കാളിക്ക ഡയറക്റ്റ് അരിഞ്ഞ് അങ്ങ് ഇടുവാണ് നമ്മൾ. ഞാൻ ആരുടെ കോപ്പിയൊന്നും അടിക്കാറില്ല. എൻ്റെ രീതി മാത്രമാണ് ഇത് ചെയ്തേക്കുന്നത്. ആരുടെ വേണമെങ്കിലും വീഡിയോ എടുത്ത് നോക്കാം. ഇതെൻ്റെ സ്വന്തം നിർമ്മിതിയാണ്. അപ്പോൾ ഇതെല്ലാം ഇട്ട ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുകയാണ്. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കുക. എന്നിട്ട് അപ്പോഴത്തേക്ക് ഈ തക്കാളിക്കൊക്കെ ഒന്ന് വേവും. വെളുത്തുള്ളിയുടെ പേസ്റ്റൊക്കെ ഇതിലൊന്ന് പിടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്യുവാണ്. നമ്മുടെ കൂട്ടെല്ലാം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ആ എണ്ണയെല്ലാം ഒന്ന് വെളിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ വെച്ചേക്കുന്ന കൂട്ട്. എല്ലാം മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. കക്കായ എല്ലാം ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു. അതെല്ലാം നമ്മൾ ഇതിനകത്തേക്ക് ഇടാൻ പോവാണ്. ഇട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കുകയാണ്. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം എല്ലാം ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് ചെറു തീയിൽ ഒന്നുകൂടെ ഒന്ന് വേവിക്കാൻ വെക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസാല എല്ലാം അതിലൊന്ന് പിടിക്കാൻ. ഇനി നമുക്ക് ഇതിൻ്റെ നിർമ്മാണം കഴിഞ്ഞ ശേഷം ഇതിൻ്റെ അവസാന ഭാഗം കാണാം. അപ്പോൾ നമ്മൾ അരപ്പെല്ലാം വെച്ച ശേഷം ഒന്ന് തുറക്കുകയാണ്. തുറന്ന് നല്ലോണം ആവി കയറിയിട്ടുണ്ട്. അപ്പം അരപ്പ് വെന്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്നുകൂടെ ഒന്ന് മിക്സായി പിടിച്ചിട്ട് കക്കയിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി ഞാൻ അരപ്പ് വെച്ചിട്ടാണ് വെച്ചിരുന്നത്. ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. എല്ലാവരും വെക്കുന്ന പോലുള്ള കക്കയിറച്ചി അല്ല ഇത്. ഇത് വേറെ രീതിയിലാണ് വെച്ചിരിക്കുന്നത്.
തീരാറായ പരിപാടി. ഇപ്പം ഒന്നുകൂടെ അമക്കി വെക്കുകയാണ്. ശേഷം ഇനിയും ലാസ്റ്റ് ഭാഗം കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് കടന്നു. അപ്പം നമ്മൾ എല്ലാം ഒന്നുകൂടെ മിക്സ് ചെയ്ത ശേഷം സ്വല്പം കരിയേപ്പില ലാസ്റ്റിൽ ഒരു മണത്തിന് വേണ്ടിയിട്ട് ഒരു 5-6 ഇതൾ ഇടുക. അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളിത് അടച്ചു വെക്കുന്നു. പരിപാടി കഴിഞ്ഞു. തീ ഓഫ് ചെയ്തേക്കുന്നു.